നമസ്കാരം. ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാൻ പോയ മേനോന്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ അയ്യോ ചെളിവെള്ളത്തിലൊന്നും ചവിട്ടില്ല, ചെളിവെള്ളത്തിൽ ചവിട്ടാൻ പറ്റൂ. കാര്യം ഞാനെന്ന് പറഞ്ഞ തറവാട്ടി പറന്ന ആളാണ്. തറവാട്ടി പറന്ന ആൾക്ക് ഈ പറയുന്ന സാധാരണക്കാരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടാൻ പറ്റൂ. എൻ്റെ സ്കിൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ സ്കിന്നാണ്, അതിൽ ഇത്തരം വെള്ളങ്ങളൊക്കെ തട്ടിയ ചിലപ്പോൾ ചൊറി വരും എന്ന മനോഭാവത്തിൽ പിന്തിരിഞ്ഞു പോകുന്നൊരു ദൃശ്യം വന്നിട്ടുണ്ട്. ഇതേ നോക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാൻ എത്തുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഏത് മേഖലയിലാണ് സന്ദർശനം? ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കല്ല, ദുരിതം നാശം വിധിച്ച ആറന്മുള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. ഇവിടെ ആറന്മുള പഞ്ചായത്തിന് സമീപമുള്ള കാഞ്ഞിരവേലി പോലുള്ള പുറന്തൂർ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇപ്പോഴും ഈ പ്രദേശത്ത് നിന്ന് ഇതും പോരാഞ്ഞിട്ടും കട്ടൻ ചായയും കുടിച്ച് കൊച്ചിനെ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തി പോകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ചിലയിടങ്ങളിൽ പോയില്ല. എന്തുകൊണ്ടാണ്? ക്യാമ്പ് അപ്പാടെ താളം തെറ്റിയ പലയിടങ്ങളും ഉണ്ട്. ചിലയിടങ്ങളിൽ എൻ്റെ സന്ദർശനത്തിന് വേണ്ടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഫോട്ടോഷൂട്ടും നടത്തി നേരത്തെ തന്നെ കട്ടൻ ചായ കൊണ്ടുവരാനുള്ള ആൾക്കാരെ ഏർപ്പെടുത്തി കൊച്ചിനെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഫോട്ടോഷൂട്ടിന് ശേഷം മടങ്ങുമ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രതികരണങ്ങൾ ചാനലുകളിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജനം കാണണം. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾക്ക് പിന്നിൽ ഒരു റിയൽ ജീവിതങ്ങളുണ്ട്. ആ റിയൽ ജീവിതങ്ങൾ എന്താണെന്നത് ഈ പ്രതികരണങ്ങൾ അങ്ങോട്ട് കേട്ടെ. ഞങ്ങൾ ഈ അടമ്പട പ്രദേശത്ത് താഴ്ന്ന പ്രദേശമാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാർ, നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം പറയാൻ ഞങ്ങൾ കാത്ത് മണിക്കൂറോളം ഞങ്ങൾ ഈ SNVയുടെ വാതിക്കൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി വെച്ച് മുഖ്യമന്ത്രി തിരിച്ചിറങ്ങി സെന്റ് തോമസിൽ പോയിട്ട് തിരികെ നേരെ പോകുമായിരുന്നു. ഇതൊട്ടും ശരിയായ ഒരു കാര്യമല്ല മന്ത്രി കാണിച്ചത്. എല്ലാവരുടെയും വോട്ട് തന്ന് വിജയിപ്പിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ജോലിയാണ് ചെയ്യുന്നെങ്കിൽ വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തത്. അത് വളരെയേറെ ഖേദമാണ്. ഇനി മേലെങ്കിലും ഇത് ആവർത്തിക്കരുത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അതാണ് ഞങ്ങൾ വന്ന് കാണണം, ഞങ്ങളുടെ പരാതികൾ കേൾക്കണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ എപ്പോഴാണ് ഇവിടെ ക്യാമ്പിലേക്ക് വന്നത്? ഞങ്ങൾ ക്യാമ്പിൽ വന്നിട്ട് ഇന്ന് 4 ദിവസമായി. നാലാമത്തെ ദിവസം ക്യാമ്പിൽ വന്നിട്ട് ഇന്ന് വരെ ഈ മുഖ്യമന്ത്രി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെയേറെ കാത്തിരുന്നിട്ട് ഞങ്ങളെ കവർന്നാണ് സെന്റ് തോമസിൽ പോയത്. ഇങ്ങോട്ട് കയറി വന്നിരുന്നോ മുഖ്യമന്ത്രി? ഈ വഴിയിലേക്ക് കയറി വന്നിരുന്നോ? ഇല്ല, വണ്ടി നിർത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ സെന്റ് തോമസ് വരാൻ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതാ. ഞങ്ങൾ ഇത്രയും ആൾക്കാർ 45 വീട്ടുകാരോളം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ കൂടുതലും ഉണ്ട്. ഈ 10-25 വീട്ടുകാരോളം ഉണ്ട് ഇവിടെ. ഞങ്ങൾ അത്രയും പേര് ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് മുഖ്യമന്ത്രി വരുന്നത് നോക്കി ഞങ്ങൾ നിന്നിക്കുക. ഞങ്ങളുടെ ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ പറയാം. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിയാണ് ഇവിടെ വന്ന, വീടുകളൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ കയറി വരാതെ പോയതിന് ഞങ്ങൾക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. എല്ലാവർക്കും വിഷമമുണ്ട്. ഇതല്ല കാണിക്കേണ്ടത്. വന്ന് ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് പോണമായിരുന്നു. അങ്ങനെ കയറാൻ പോലും മനസ്സ് കാണിക്കാതാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് കടന്നു പോയത്. അതാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എല്ലാ കാലത്തും എല്ലാ വർഷവും ഇങ്ങനെ മഴ പെയ്യും? വർഷവും ഞങ്ങൾ മഴയത്ത് ഞങ്ങൾ ഈ സ്കൂളിലാണ് വരുന്നത്. സെന്റ് തോമസ് സ്കൂളിലും ഇവിടുത്തെ സ്കൂളിലുമാണ് ഞങ്ങൾ കടന്നു വരാറുള്ളത്. ഇവിടെ വന്ന് അത് ഞങ്ങളുടെ വീടുകൾ മുങ്ങുന്ന വീടുകളാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യവും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവനും കൊണ്ട് ഞങ്ങൾ ഓടി. ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ വെള്ളം ഇവിടെ വരെ നില പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നെത്തിപ്പെട്ടത്. ഞങ്ങൾ അതുകൊണ്ട് ആ പ്രയാസം കൂടെ പറഞ്ഞ് ഓട്ടത്തോട്ട് അവിടെ ശരിയാക്കാൻ വേണ്ടിയുള്ള കാര്യത്തിലാണ് ഞങ്ങൾ കൂടുതലും ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഈ ജനങ്ങളെല്ലാം ഞങ്ങൾ വന്ന് നിന്നത്. സാറൊന്ന് കയറിയിട്ട് പോകണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ആശ്വാസം. മുഖ്യമന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നോക്കി സാറിനെ നോക്കി കാത്തിരുന്നത്. ആരാ പറഞ്ഞത് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത്? നമ്മുടെ മെമ്പർ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. MLA പറഞ്ഞു. MLA പറഞ്ഞു കഴിഞ്ഞ് ഉപരിയായിട്ട് ഈ വാതിൽ വരെ വന്നിട്ട് മുഖ്യമന്ത്രി പോവായിരുന്നു. പിന്നെ ഉപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടത്തോട് ആണ് നമുക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനുള്ളത്. പക്ഷെ നിരോധിച്ചുകൊണ്ട് പുള്ളി പോവായിരുന്നു. പക്ഷെ ഞങ്ങൾ തടയാനോ പിടിക്കാനോ ഒന്നും പോയില്ല. പക്ഷെ ഞങ്ങളുടെ വാർഡ് മെമ്പർ ഉള്ളോടത്തോളം കാലം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി തടഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഉപരിയായിട്ട് വേറൊരു വ്യക്തി വന്നു ഇവിടെ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് പോയി.
പക്ഷെ നമുക്കറിയത്തില്ല. അതിൻ്റെ ഉപരിയായിട്ട് നമുക്കുള്ള സംഭവം ഇതാണ്. നമുക്ക് ഈ കോടത്തോടാണ് നമുക്ക് ഏറ്റവും ഉപരി. എല്ലാവരും ഒരു വാർഡിലുള്ള ആളുകളാണ്. ഒറ്റ വാർഡ്, പഴയനേടം വാർഡാണ്. ഈ പഴയനേടം വാർഡ് ഞങ്ങളുടെ മെമ്പർ കാരണമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നത്. ഈ കോടതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമരം വരെ ചെയ്ത ഈ കോടതിയോട് പൊളിക്കാനല്ല, അവർക്ക് എല്ലാവർക്കും കൊടുത്ത സംഭവം, മൊത്തം സംഭവം അവിടെ ഈ വീടും കൊടുത്തു. അവിടെ ബംഗാളികളെ താമസിപ്പിക്കുക, വാടകയ്ക്ക് ബംഗാളികൾ താമസിക്കുക. അവിടെ എന്നിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ ചെയർമാനെ കൊണ്ട് കാണിച്ച അവിടെ മാലിന്യം വരുന്ന ബാത്റൂമിന്റെ കക്കൂസിന്റെ സംഭവം മൊത്തം, ടാങ്ക് മൊത്തം ഈ ഇതിനകത്ത് കൊണ്ട് കാണിച്ച്. വെള്ളം കയറുമ്പോൾ അതെല്ലാം നിങ്ങളുടെ വീടുകളിലേക്കാണ്, മൊത്തം നമ്മുടെ വീടിലേക്ക് കറക്റ്റ് കാര്യങ്ങളാണ്. അതിനെനിക്ക് ഇത് പറയാനുള്ളതേ ഉള്ളൂ. ഈ സംഭവം തന്നെയല്ല സാറേ, ഇങ്ങോട്ട് കേറിയിട്ട് തിരിച്ചിറങ്ങി പോകുകയെന്ന് പറഞ്ഞപ്പോൾ ആരണ്ട് പിടിച്ച് നിർബന്ധിച്ച് അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോകുമായിരുന്നു. അവരെ പിടിച്ച് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് നിന്നപ്പോൾ അതുപോലെ വണ്ടി പുറകോട്ട് ആക്കി ഒരൊറ്റ വിടിയിലാണ് സെന്റ് തോമസ്. അവിടെ പോയിട്ട് തിരിച്ച് വരുമെന്നുള്ള പ്രതീക്ഷയാണ്. നല്ല വീട് തന്നെ തിരിച്ച്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണോ നിങ്ങളടുത്ത് പറഞ്ഞത് തിരിച്ചു വരുന്നു? ഇവിടെ പറഞ്ഞു, ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. MLA വന്ന് പറഞ്ഞു. അതല്ലേ ഈ 25 വർഷമായിട്ട് അവിടെ വെള്ളം കയറുന്നുണ്ട്. ഈ കോട്ടത്തോടിന്റെ കാര്യം പറഞ്ഞാണ് ഇവരെല്ലാം വോട്ട് ചോദിച്ചു ഈ പ്രാവശ്യം അവിടെ വന്നത്. അത് പൊളിക്കാം, ഞങ്ങൾ പൊളിച്ച് MLA പറഞ്ഞ് അത് പൊളിച്ചങ്ങ് മാറ്റാം, അവിടെ ചിറ കെട്ടാന്ന് വരെയും പറഞ്ഞാൽ മതി. ഞാൻ അതിന് മറുപടിയും കൊടുത്തായിരുന്നു. ഈ വോട്ടിന് മാത്രം വരുമല്ല, വേറെ ഒന്നും ഞങ്ങളെ തിരക്കി വരുന്നില്ല. ഈ സാറ് നല്ല ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കഞ്ഞി കുടിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും എന്താണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? ഒരു വാർഡിലെ ആൾക്കാരാണ് ഈ ക്യാമ്പിലുള്ളത്. 400 കുടുംബങ്ങൾ, 400 പേർ ഇപ്പോൾ ഈ ക്യാമ്പിലുണ്ട്. തിരുവല്ല നഗരസഭയിൽ അല്ലെങ്കിൽ തിരുവല്ല പ്രദേശത്ത് പ്രളയകാലത്ത്, മഴക്കാലത്ത് ആദ്യം ക്യാമ്പിലേക്ക് പോവുകയും വെള്ളം കയറുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈ അടുമ്പടയുള്ളവർ. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ വരാൽത്തോട്, കോട്ടത്തോട് നീരൊഴുക്കില്ലാത്തതാണ്. നീരൊഴുക്കില്ലാത്തതിന്റെ ഒരു പ്രധാന കാരണം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജും അതിനോട് ചേർന്ന് 35 കുടുംബങ്ങളും അവിടെ തോട് കയ്യേറി താമസിക്കുകയാണ്. 35 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ലൈഫ് പദ്ധതി പ്രകാരം 30 വീട്ടുകാർക്കും വേറെ സ്ഥലം കൊടുത്തു, വീട് നിർമ്മിച്ചു കൊടുത്തു. ബാക്കിയുള്ള 5 വീട്ടുകാർക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വാർഡിൽ തന്നെയുള്ള ഒരു വ്യക്തി 42 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് സ്പോൺസർ ചെയ്തു കൊടുത്തു. അവരെ മാറ്റുന്നില്ല. അപ്പൊ അവരെ മാറ്റാതെ പുഷ്പഗിരി ഈ സ്വകാര്യ മാനേജ്മെന്റിന്റെ സ്ഥലത്തേക്കുള്ള തോട് മൂടപ്പെട്ട് അതുവഴി നീരൊഴുക്കില്ലാതെ തടഞ്ഞു കിടക്കുമ്പോൾ ഈ ആറ്റിൽ നിന്ന് കയറുന്ന വെള്ളം മുഴുവൻ തിരിച്ച് ഞങ്ങളുടെ ഈ പറയുന്ന വീടുകളിലേക്ക് കയറുകയാണ്. 1-2 വീടല്ല, ഒരു സങ്കേതത്തെ മാത്രം 125 വീടാണ്. വേറൊരു സങ്കേതത്തിൽ 45 വീട്. ഞമനാകുഴി, അടുമ്പടയിൽ 125, ഇടമനത്തറയിൽ 43, മംഗലശ്ശേരിയിൽ 22, പുളിക്കത്തറ കുഴി ഭാഗത്ത് 47, ഇങ്ങനെ ഏകദേശം 300ഓളം വീടുകളാണ് ഒരു സ്വകാര്യ മാനേജ്മെന്റും കുറച്ച് ആൾക്കാരുടെയും കൂടെ ഇടപെടൽ കാരണം ഇത് തടഞ്ഞു വെക്കുകയും ഇപ്പോ വലിയ പ്രളയം ഉണ്ടായപ്പോഴാണ് പ്രളയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എല്ലാ മഴക്കാലത്തും ഈ വലിയ പ്രളയത്തിന് സമാനമായ ദുരിതം അനുഭവിക്കുന്ന കുറച്ച് പാവങ്ങളാണ് ഈ കിടക്കുന്ന മുഴുവൻ. ഈ സ്കൂള് ഞങ്ങൾക്ക് തുറന്നു തരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ആശ്രയം. എല്ലാ പ്രളയകാലത്തും മുഴുവൻ സാധനങ്ങളും മുങ്ങിപ്പോകുന്നു. എന്നാൽ വളരെ ചെറിയ പണം മുടക്കിയാൽ ഈ തോട് ക്ലീൻ ചെയ്ത് ഒഴുക്കി വിടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. പക്ഷേ ഈ തിരുവല്ല നഗരസഭയോ ബന്ധപ്പെട്ട അധികാരികളോ അതിനുവേണ്ടി യാതൊരു വിധമായ ഇടപെടലും നടത്തുന്നില്ല. ആ തോടിന്റെ തിരുവല്ല ബൈപ്പാസ് റോഡിൽ പോയി നിന്ന് വലത്തേക്ക് നോക്കിയാൽ, ബൈപ്പാസിലുള്ള പാലത്തിൽ നിന്ന് വലത്തേക്ക് നോക്കിയാൽ പുഷ്പഗിരി എന്ന് പറയുന്ന സ്വകാര്യ മാനേജ്മെന്റ്, ഞാൻ പേരെടുത്ത് പറയുകയാണ്, പുഷ്പഗിരി എന്ന് പറയുന്ന സ്വകാര്യ മാനേജ്മെന്റ് ചെറിയൊരു കലുങ്ക് പണിത് ഈ തോടിന്റെ വീതി കുറച്ചിരിക്കുകയാണ്. ഇത് എത്ര തവണയാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്? ഇത് ഞങ്ങളെല്ലാവരും ഈ കഴിയുന്നവരെല്ലാവരും മനുഷ്യരാണ്, ഒരു കൂലിവേല ജോലി ചെയ്യുന്നവരാണ്. ഒരു വർഷക്കാലം അധ്വാനിക്കുന്ന സാധനങ്ങൾ മുഴുവൻ, ടിവിയും ഫ്രിഡ്ജും മെത്തയുൾപ്പെടെ മുഴുവൻ സാധനങ്ങൾ നഷ്ടപ്പെടുന്നു. വീണ്ടും ഒരു വർഷം വീണ്ടും ഇത് അധ്വാനിക്കുന്നു. ഇത് 20 വർഷമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. നഗരസഭയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് ഇതിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഇതൊന്നും മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാൻ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. MLA പറഞ്ഞു മുഖ്യമന്ത്രി ഇവിടെ വരും, സെന്റ് തോമസിലും വരും, SNV സ്കൂളിലും ഹയർ സെക്കൻഡറി മുഖ്യമന്ത്രി വരും. MLAയും മന്ത്രിയും അതിന് തലേദിവസം ഇവിടെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി വിശ്വനാഥ് വന്നപ്പോൾ ഞങ്ങൾ ഈ സങ്കടങ്ങൾ അവർ ബോധ്യപ്പെടുത്താണ്. അപ്പം MLA വിളിക്കുന്നു, മന്ത്രി ഇവിടെ വരും. അപ്പൊ അധികം സമയം മുഖ്യമന്ത്രിയുടെ കളയരുത്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ക്യാമ്പിലുള്ള മുഴുവൻ പേരും ഒത്തുചേർന്ന് നിൽക്കുകയാണ്. CMന്റെ വാഹനവ്യൂഹം പോലീസ് അതിന് മുമ്പ് വന്ന് നിൽക്കുന്നു. ഒരു ചീഫ് മിനിസ്റ്റർ വരുമ്പോൾ എങ്ങനെയാണോ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അതുപോലെ ഈ സ്കൂൾ നിറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് നിൽക്കുന്നു. CMന്റെ വാഹനവ്യൂഹം ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നു. പെട്ടെന്നൊരു ഇടപെടൽ വരുന്നു.
വാഹനവ്യൂഹം അതുപോലെ തന്നെ തിരിച്ചിറങ്ങിയിട്ട് തൊട്ടപ്പുറത്തുള്ള സെന്റ് തോമസ് സ്കൂളിലേക്ക് പോകുന്നു. മടങ്ങി വരും എന്ന് MLA പറയുന്നു. മടങ്ങി വരുന്നത് നോക്കി ഞങ്ങൾ മുഴുവൻ പേരും ആ മഴ നനഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. CM നേരെ വിട്ടുപോകുന്നു. പകരം ഈ പഴയ സിനിമയ്ക്കകത്ത് മോഹൻലാൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻകുടി നായർ കയറി വരുന്ന ഒരു അവസ്ഥയിലായി പോയി. മറ്റൊരു മന്ത്രി കയറി വന്നു. ഞങ്ങളെ മന്ത്രി അവമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഞങ്ങൾ കാത്തു നിന്നത് CM-നെ കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ സങ്കടം പറഞ്ഞ് പരിഹരിക്കത്തക്ക രൂപത്തിൽ ഞങ്ങൾ 20 വർഷമായി ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളുകളിലും ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സമീപനം എടുക്കുന്നതെങ്കിൽ, തിരുവല്ല നഗരസഭയുടെ സമീപനം ഇതാണെങ്കിൽ വീണ്ടും നാളുകളിലും ഞങ്ങൾ ഇത് അനുഭവിക്കണം. ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ. വലിയ സമരങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തും. ഞങ്ങളെ വലിയ സമരങ്ങളിലേക്കും വലിയ പൊട്ടിത്തെറികളിലേക്കും ഈ ജനങ്ങൾ പോകും. 300ഓളം കുടുംബങ്ങൾ തിരുവല്ല നഗരം ഉപരോധിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രളയം ചർച്ചയാണ്, പക്ഷേ ഇതേപോലുള്ള ദുരിതം എല്ലാ വർഷവും അനുഭവിക്കുന്നവരായി ഞങ്ങൾ മാറുകയാണ്. ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണം. ഇന്ന് മുഖ്യമന്ത്രി കാണിച്ച വിവേചനം, അതൊരു രാഷ്ട്രീയ വിവേചനമാണ് ഇന്ന് ശരിക്കും കാണിച്ചത്. താല്പര്യമുള്ളവരുടെ ക്യാമ്പുകളിൽ മാത്രം പോവുകയും നഗരസഭയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ക്യാമ്പ് വരാമെന്ന് പറഞ്ഞ് ക്യാമ്പിന്റെ അങ്കണത്തിലേക്ക് വന്നതിന് ശേഷം അവഗണിച്ച് തിരിച്ചു പോവുകയും ചെയ്തത് രാഷ്ട്രീയപരമായ ഇടപെടലാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ശരിയായ സമീപനമല്ല. ആ പ്രദേശത്തൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടങ്ങളിൽ വരണമെന്ന് ജനം പറയുകയാണ്. പിന്നെ ആരോട് പറയാൻ? ഈ റിയൽ തമ്പ്രാനാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത്. തമ്പ്രാൻ മറ്റേ തറവാട്ടിൽ പറഞ്ഞ തമ്പ്രാന്മാർക്കൊക്കെ ഇങ്ങനെ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മിടുക്കന്മാരാണ്. നമ്മുടെ നാട്ടിൽ ഇന്നലകളിൽ സുരേഷ് ഗോപി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന്റെ ഹാഫ് വേർഷനൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡയലോഗടി എന്ന് പറഞ്ഞാൽ അത് അങ്ങ് അറ്റത്ത് പോയി നിൽക്കും. പക്ഷെ കാര്യങ്ങളോട് അടുക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റും. അതെന്താണെന്ന് കേരള 70 ദിവസം കൊണ്ട് ആ മാങ്ങയുടെ റിയൽ സ്വഭാവത്തെക്കുറിച്ച് വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 70 ദിവസം കൊണ്ട് ഇമാതിരി പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? വെള്ളം കണ്ട ചവിട്ടില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും പോകില്ല, 5 ദിവസങ്ങൾക്ക് ശേഷം വന്ന് ചില ഫോട്ടോഷൂട്ട് നാടകങ്ങൾ നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ 4 ഡയലോഗ് ആച്ചിയാൽ എന്റെ റോൾ കഴിഞ്ഞു, എന്റെ കഥാപാത്രത്തെ PR ടീം പറഞ്ഞതുപോലെ തന്നെ അർദ്ധരാത്രി വന്നിരുന്ന് ഫോണിൽ ലൈവ് ഇടുന്നത് പോലെ ചില നാടകങ്ങൾ മാത്രം കളിച്ചാൽ തീരുന്നതല്ല റിയൽ പ്രശ്നം. സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ചിലയിടങ്ങളിൽ പോകാതെയും ചിലയിടങ്ങളിൽ പോയും ഒക്കെ ഇമാതിരി നാടകങ്ങൾ കളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്ന് നാട്ടുകാരെ കൊണ്ട് തോന്നിപ്പിക്കുക. അതിനുവേണ്ടി നീലക്കുയിലുമാരെയും പച്ചക്കുയിലുമാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഈ ഫോട്ടോഷൂട്ട് നടത്തി അവരിലൂടെ പ്രചരിപ്പിച്ചാൽ ഞാൻ സേഫാണ് എന്ന മനോഭാവത്തിന്റെ പ്രതിഫലനം കൂടിയാണ്.